14 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവത്തിൽ മറ്റാരെങ്കിലും പങ്കുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. 16 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ മൊബൈൽ ഫോൺ അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് SP മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റകൃത്യത്തിൽ മറ്റൊരാളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന ഒരു തെളിവും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ഇരയുമായി പരിചയമുള്ള പ്രതിക്ക് പെൺകുട്ടിയെക്കുറിച്ച് സംശയം തോന്നിയിരുന്നു. അന്വേഷണം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് ആക്ട് 57 പ്രകാരം എടുത്ത ക്രൈമിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതിൽ നിന്ന് വെളിവായിരുന്നത് ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത്. ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത് 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കൺഫെഷനും മറ്റും അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൃതശരീരം, മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. അതിനുശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഒഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. കേസിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ കോണുകളും പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.